Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ ഗൈസ്, കുറേ സായിപ്പന്മാരെ വീഡിയോ കണ്ടിട്ട് മേടിച്ചൊരു സാധനമാണിത്. സൗണ്ട് കോറിൻ്റെ ലിബർട്ടി ബഡ്സ്. അവന്മാരെ തള്ളിയ തള്ളൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു മോനെ, അതായത് ഇന്നിയർ ബഡ്സ് ഇല്ലാതെ ANC. ഇതേ സാധനം ആപ്പിൾ ഇറക്കിയിട്ടുണ്ട്, അവരെ എയർപോഡ്സിലുണ്ട്. ഈ സിലിക്കൺ ടിപ്സ് ഇല്ലാത്ത ആപ്പിളിൻ്റെ സുനാഗ്ലിയിൽ ANC പറഞ്ഞ പരിപാടിയുണ്ട്. ഇതാണ് സാധനം. ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇവിടെ. ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. ഇത് എന്തോ ചെവിയുടെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. ഓക്കെ, എന്നിട്ട് അഡാപ്റ്റീവ്, എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇതിൽ അഡാപ്റ്റീവ് ANC ഉണ്ട്. നമ്മളുടെ ഇത് എൻവയോൺമെൻറ്റ് അനുസരിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഓപ്പൺ ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്തെങ്കിലും ഒരു ഹുക്ക് വെച്ചിട്ട് നമ്മളുടെ ഈ സറൗണ്ടിങ്സൊക്കെ കേട്ടുകൊണ്ട് മ്യൂസിക് എൻജോയ് ചെയ്യുക, ഫോൺ വിളിക്കുക തുടങ്ങിയ സാധനങ്ങൾ. ഹൈ വോളിയത്തിൽ ഈ സാധനവും ഈ പറയുന്ന സൗണ്ട് ലീക്കേജ് ഉണ്ട്. ഇപ്പം വേറൊരു കാര്യം പറയാം. ഈ ഒരു സാധനം, ഈ സൗണ്ട് കോർ എന്ന് പറഞ്ഞ ബ്രാൻഡ് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ബ്രാൻഡ്. എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ, ഞാൻ ഒരുപാട് സജസ്റ്റ് ചെയ്തിട്ടുള്ള സാധനം. ഇറ്റ്സ് ആക്ച്വലി എ ഗ്രീറ്റ് പ്രോഡക്റ്റ്. ഈ സാധനത്തിൽ LDAC സപ്പോർട്ട് വരുന്നുണ്ട്. 7 മണിക്കൂർ ബാറ്ററി വരും, 30 മണിക്കൂർ പെട്ടിയിൽ ചാർജിങ് വെച്ചിട്ട് AI പരിപാടികൾ. ഏകദേശം 100ഓളം ലാംഗ്വേജ്, നിങ്ങൾക്ക് ലൈവ് ട്രാൻസ്ലേഷൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അത് ആ ആപ്പ്, ഈ പറയുന്ന സൗണ്ട് കോറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. USB കേബിളും പിന്നെ ഈ ഫിന്ന് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റ് നോക്കണം. 11 മില്ലിമീറ്ററിൻ്റെ ഒരു ഡ്രൈവറാണ് വരുന്നത്. സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. സെക്യൂർ ഫിറ്റ് വിത്ത് ഓൾ ഡേ കംഫർട്ട് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് പ്രശ്നം. എന്തിനാണ് പിന്നെ സുപ്പീരിയർ കോൾ ക്വാളിറ്റി, 4 AI എൻഹാൻസ്ഡ് മൈക്ക്. അത്യാവശ്യം നമ്മൾ കോൾ വിളിക്കാനൊക്കെ അടിപൊളി തന്നെയാണ്. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനം ഒന്ന് ചെവിയിൽ നേരായിരിക്കില്ല. ഞാൻ പറയും, എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ സിലിക്കൺ ടിപ്സ് ഉള്ള സാധനം, ഇതാ ഇവിടെ നോക്കിയത്, ഇവിടെ ടിപ്പൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിങ്ങനെ വെക്കുക, ലോക്ക് ചെയ്യുക. പാട്ടൊക്കെ കേൾക്കാൻ കൊള്ളാം അത്യാവശ്യം. പക്ഷേ നമ്മൾ മൂവ് ചെയ്യണ അനുസരിച്ചിട്ട് അണ്ണൈ പതുക്കെ ചെവിയും നമ്മൾ എവിടെ വെച്ചോ അവിടെ നിന്ന് അനങ്ങും. എന്നെക്കൊണ്ട് പറ്റൂ. എനിക്ക് പേഴ്സണലി വായിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. 399 ദിർഹമാണ് ഇതിൻ്റെ വില. അത് പോയി കിട്ടി. അപ്പോൾ അതാണ് സാധനം. ഇതിവിടെ പെയർ ചെയ്യാനുള്ള മറ്റേ ബട്ടനൊക്കെ ഉണ്ട്. Type C ചാർജിങ് ആണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ എനിക്കിതിനേയും കാട്ടിലും ഓപ്പൺ ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇഷ്ടം. ആണ് മലയാളം. ഇത് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. ഇപ്പോഴും മറ്റേ ആപ്പിളിൻ്റെ എയർപോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സിലിക്കൺ ടിപ്സ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്, നിങ്ങൾക്ക് നല്ല പാട്ട് കേൾക്കണം, നല്ല ഇടിയും പിടിയൊക്കെ വെച്ചിട്ട് പാട്ട് കേൾക്കണം ഒന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചോളി. അല്ല, സിലിക്കൺ ടിപ്സ് നിന്ന് ഇതിലോട്ട് ചാടരുത്. ദൈവത്തിനെ ഓർത്ത് ഒരു മനുഷ്യരും, നിങ്ങൾ സിലിക്കോൺ ടിപ്സ് വെച്ച് യൂസ്ഡ് ഉള്ള ആൾക്കാർ ഇതിലോട്ട് ചാടരുത്. നിങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആവും. നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാൻ എൻ്റെ ചെവിയിൽ ഞാൻ ഏറ്റവും ഇറിറ്റേറ്റഡ് ആയത് ഈ സാധനം തന്നെ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ചെവിയിൽ എവിടെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എണീക്കുമ്പോൾ തന്നെ ഈ സാധനം ഇങ്ങനെയൊക്കെ പോകും. അതാണ് പ്രശ്നം. ഇത് സെക്യൂറായിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇത് ലൂസാവൂടെ. എനിക്കത് പറ്റുന്നതേ ഇല്ല. ഒന്നെങ്കിൽ എനിക്ക് ഓപ്പൺ ഇയർ, അല്ലെങ്കിൽ ഓപ്പൺ ഇയറിൻ്റേതായ ഒരു ഗുണമുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് കേൾക്കാം. ഒരു ക്ലിപ്പിലായതുകൊണ്ട് നമ്മളുടെ ചെവിയിൽ നിന്ന് അത് പോകില്ല ഒരു കാരണവശാലും. ഇപ്പം വേറൊരു സാധനമുണ്ട്, G-Shocks. ഇത് ഷോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. അവരൊരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അത് ഞാൻ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ എൻ്റെ അടുത്ത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഞാൻ വാങ്ങിക്കേണ്ടെന്നേ പറയൂ. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ വേറെ ഒന്നും എലാബറേറ്റ് ചെയ്ത് പറയണില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല മലയാളം. ഓക്കെ, അത്ര തന്നെ.